ശ്രീകുമാർ, CPM അതിൻ്റെ സംഘടനാ സമ്മേളനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. താഴേത്തട്ടിൽ നിന്ന് സംഘടനാ സമ്മേളനങ്ങളൊക്കെ പൂർത്തീകരിച്ച് പാർട്ടി കോൺഗ്രസ്സിലെത്തി നിൽക്കുകയാണ് മധുരയിൽ. രാജ്യത്ത് നമുക്കറിയാം, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ പറഞ്ഞതുപോലെ ഏറ്റവും അധികം ആത്മവിശ്വാസത്തോടെ 400-ലധികം സീറ്റ് വാങ്ങി അധികാരത്തിലേക്ക് എത്തും എന്ന നിലയിൽ ഒരു ആത്മവിശ്വാസത്തോടെ പ്രചരണ രംഗത്ത് നിന്ന BJPയെ കേവല ഭൂരിപക്ഷത്തിൽ എത്തിക്കാതെ ഒരു പ്രതിപക്ഷത്തിൻ്റെ പരിമിതമായ ഐക്യമുണ്ട്. അപ്പോൾ പ്രതിപക്ഷ സാധ്യതകൾ നിൽക്കുകയാണ്. ആ പ്രതിപക്ഷ നിരയിലെ വളരെ പ്രസക്തമായിട്ടുള്ള ഒരു രാഷ്ട്രീയ നിലപാടിൻ്റെ പ്രാതിനിധ്യമാണ് CPM എന്ന് പറയുന്നത്. ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ, ഇടതുപക്ഷ പാർട്ടികൾ, ആ പാർട്ടികളെ നയിക്കുന്ന ആ മുന്നണിയുടെ വളരെ പ്രധാനപ്പെട്ട പാർട്ടി. ആ നിലയിൽ മധുര പാർട്ടി കോൺഗ്രസ് ഇന്ത്യൻ പ്രതിപക്ഷ രാഷ്ട്രീയത്തെ എത്രമാത്രം ശക്തമായി മുന്നോട്ട് പോകാൻ പ്രേരിപ്പിക്കുന്നതാകും? മറ്റു പാർട്ടികളും വളരെ ഗൗരവത്തോടെ ആ ഒരു ദേശീയ രാഷ്ട്രീയ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് CPMൻ്റെ പാർട്ടി കോൺഗ്രസിനെ കാണാനിടയില്ലേ? നോക്കൂ ശരത്ത്, CPMൻ്റെ പാർട്ടി കോൺഗ്രസ്സിലെ പ്രതിനിധികൾക്കും അതുപോലെ നേതാക്കൾക്കും ഒക്കെ ദേശീയ തലത്തിൽ BJPയെ ശക്തമായും ആത്മാർത്ഥമായും എതിരിടാനുള്ള കരുത്തുണ്ടാകട്ടെ എന്നാണ് നമ്മുടെയൊക്കെ ഒരു പ്രത്യാശ. അതൊരാശംസ കൂടിയായിട്ട് കണക്കാക്കാം. മധുരയിലത്തെ പാർട്ടി കോൺഗ്രസ് 1950കളുടെ തുടക്കത്തിൽ 52-ലോ 53-ലോ നടന്നപ്പോൾ അന്ന് അവിടെ ഉണ്ടായിരുന്ന മുഖ്യ വിഷയം കോൺഗ്രസിനുമായുള്ള സമീപനത്തെ ചൊല്ലിയായിരുന്നു. കോൺഗ്രസിനെ എങ്ങനെ ഉൾക്കൊള്ളണം, എതിരിടണോ എന്നുള്ള വിഷയത്തിലൊക്കെ തർക്കമുണ്ടായിരുന്നു. ആ തർക്കം പിന്നീട് അത് കൂടുകയാണ് ചെയ്തത്, കുറഞ്ഞിട്ടില്ല. ഇപ്പോൾ ഈ 2025 എത്തുമ്പോൾ 24-ാം പാർട്ടി കോൺഗ്രസ് എത്തുമ്പോഴും കോൺഗ്രസിനോടുള്ള സമീപനത്തിൽ പാർട്ടിക്ക് എന്ത് ഉറച്ച നിലപാട് എടുക്കേണ്ടത് എന്ന കാര്യത്തിൽ നേതൃതലത്തിൽ ഭിന്നതയുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ശ്രീ സീതാറാം യെച്ചൂരിയുടെ കാലത്തുള്ള കോൺഗ്രസിനോടുള്ള സമീപനമല്ല ആക്ടിംഗ് സെക്രട്ടറി ആയിരുന്ന ശ്രീ പ്രകാശ് കാരാട്ടിൻ്റെ കാലത്ത് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് കോൺഗ്രസിനെയും BJPയെയും ഒരേപോലെ എതിർക്കണം എന്നുള്ള ഒരു പതിവ് മുദ്രാവാക്യം നിലനിർത്തിക്കൊണ്ട് തന്നെ കേരളത്തിലാണ് പാർട്ടി ശക്തം എന്നുള്ളതുകൊണ്ട് ദേശീയ കാഴ്ചപ്പാടിൽ നിന്ന് മാറ്റം വരുത്തിക്കൊണ്ട് സംസ്ഥാന തലങ്ങളിൽ BJPയെ എങ്ങനെ എതിരിടണം എന്ന ഒരു സമീപനമാണ് കഴിഞ്ഞ പാർട്ടി കോൺഗ്രസ്, കണ്ണൂരിൽ ചേർന്ന പാർട്ടി കോൺഗ്രസ് കൈക്കൊണ്ടത്. അപ്പോൾ കണ്ണൂർ പാർട്ടി കോൺഗ്രസിൻ്റെ തീരുമാനം ദേശീയ അടിസ്ഥാനത്തിൽ പാർട്ടി പ്രവർത്തകർക്ക് BJPക്കെതിരായ എന്ത് സന്ദേശമാണ് CPM നൽകിയത് എന്ന ചോദ്യം നിലനിൽക്കുകയാണ്. ആ പാർട്ടി കോൺഗ്രസിന് ശേഷം 24-ാം പാർട്ടി കോൺഗ്രസിലേക്ക് CPM എത്തുമ്പോൾ നമ്മുടെ മുമ്പിൽ കൊല്ലം സംസ്ഥാന സമ്മേളനമുണ്ട്. ആ കൊല്ലം സംസ്ഥാന സമ്മേളനത്തിലും BJPയെ അല്ല ശ്രീ പ്രകാശ് കാരാട്ട് ആക്രമിച്ചത്, കോൺഗ്രസിനെയാണ്. അപ്പോൾ കോൺഗ്രസിനോടുള്ള സമീപനം, കോൺഗ്രസ് എതിർക്കപ്പെടണം എന്നുള്ള ഒരു മുൻവിധിയോടെയുള്ള പ്രസ്താവന അദ്ദേഹം നടത്തിയിരുന്നു. അതിൻ്റെ ഒപ്പം BJPയെ എതിർക്കുന്നുണ്ടെന്നുള്ളത് ശരിയാണ്. പക്ഷേ അതിൻ്റെ കാരണം കേരളത്തിൽ CPMന് അധികാരമുണ്ട്. ഈ അധികാരമുള്ള സ്ഥലത്ത് BJPയെ വെറുതെ എതിർത്ത് സമയം കളയണ്ട, കോൺഗ്രസിനെ തോൽപ്പിക്കൂ എന്നുള്ള ഒരു മനസ്ഥിതി CPMനുണ്ടായി. ഈ മനസ്ഥിതി വെച്ചുകൊണ്ടാണ് ഞാൻ കണ്ണൂർ പാർട്ടി കോൺഗ്രസിലെ നിലപാടിനെ കാണുന്നത്. അതായത് സംസ്ഥാന അടിസ്ഥാനത്തിൽ BJPയെ എതിർക്കുക എന്ന് വെച്ചാൽ ദേശീയ അടിസ്ഥാനത്തിലൊരു കാഴ്ചപ്പാട് വേണ്ട എന്ന് തന്നെയായിരുന്നു പാർട്ടി കണ്ണൂർ കോൺഗ്രസിൻ്റെ തീരുമാനം. ആ നിലപാടിൽ ഇപ്പോഴും മാറ്റമില്ലെന്ന് മാത്രമല്ല, 1953 മധുര പാർട്ടി കോൺഗ്രസിൽ കോൺഗ്രസിനോടുള്ള ഭിന്നത രൂക്ഷമായതുപോലെ ഇത്തവണയും ആ ഭിന്നത രൂക്ഷമായി നിലനിർത്തുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം അടുത്ത വർഷം കേരളത്തിലെ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. അപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ അതിനുശേഷമുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പാർട്ടി എത്തുമ്പോൾ ആ പാർട്ടി BJPക്കെതിരെയുള്ള പോരാട്ടം ശക്തിപ്പെടുത്തിക്കൊണ്ടിരുന്നാൽ കോൺഗ്രസിൻ്റെ രണ്ട് ശത്രുക്കൾ BJPയും CPMഉം, ആ രണ്ട് ശത്രുക്കൾ ഒരുമിച്ച് കേരളത്തിൽ കോൺഗ്രസിനെ നേരിടുമ്പോൾ അതിൽ BJPയുടെ വോട്ടുകൾ ചിതറിപ്പോകാതിരിക്കാൻ ഒരു കോൺഗ്രസ് വിരോധം കുത്തിവെക്കുന്ന സമീപനം കൊല്ലം സമ്മേളനത്തിൽ നാം കണ്ടിട്ടുണ്ട്. ആ സമ്മേളനത്തിൻ്റെ നിലപാടുമായി നോക്കുമ്പോൾ ഇന്നത്തെ സാഹചര്യത്തിൽ മധുരയിലെ പാർട്ടി കോൺഗ്രസിൽ നിന്നും പ്രത്യേകിച്ച് ഒരു മാറ്റവും ഞാൻ പ്രതീക്ഷിക്കുന്നില്ലെന്ന് മാത്രമല്ല, കോൺഗ്രസിനെ പല രീതിയിൽ
വിമർശിക്കുന്ന നിലപാടുകളായിരിക്കും പാർട്ടി കൈക്കൊള്ളുക. അതായത് വർഗീയതര കാര്യത്തിൽ CPM പറയുന്നത് മൃദു ഹിന്ദുത്വ സമീപനമാണ് കോൺഗ്രസിനുള്ളത്. അതെക്കാലവും പറഞ്ഞിട്ടുണ്ട്. അതുമാത്രമല്ല, നരേന്ദ്രമോദിയുടെ കാഴ്ചപ്പാടിനോട് CPMൻ്റെ കാഴ്ചപ്പാട് എന്താണ് എന്നുള്ള കാര്യത്തിൽ ബംഗാൾ, ത്രിപുര സംസ്ഥാനങ്ങൾ ഭരിച്ചിരുന്ന കാലത്ത് ഉണ്ടായിരുന്ന ഒരു നിലപാട് കേരളത്തിൽ മാത്രം ഭരണമുള്ള CPMന് എടുക്കാൻ കഴിയില്ല. കാരണം ബംഗാളിലും ത്രിപുരയിലും ഇന്ന് CPM ഇല്ലാത്തൊരവസ്ഥയാണ്. ആ നിലയ്ക്ക് കേരളത്തിലെ ഭരണം മുൻനിർത്തിക്കൊണ്ട് ആ തുടർഭരണത്തിലേക്ക് ഞങ്ങൾ പോവുകയാണ് എന്ന് 24 മണിക്കൂറും പറഞ്ഞുകൊണ്ടിരിക്കുന്ന നേതാക്കളുള്ള ഒരു സംസ്ഥാനത്ത് കോൺഗ്രസ് വിരോധം ആളിക്കത്തിച്ചുകൊണ്ട് BJPയോടുള്ള മൃദു സമീപനം നിലനിർത്തിക്കൊണ്ട് സംസ്ഥാനാടിസ്ഥാനത്തിൽ BJP എതിരിടാനുള്ള സഖ്യം മതി എന്നുള്ള ആ ഒരു സൂത്രം നിലനിർത്താനുള്ള വ്യഗ്രത പാർട്ടി കോൺഗ്രസിൽ മറ്റാരെടുത്തില്ലെങ്കിലും കേരളത്തിലെ പിണറായി വിജയനും കൂട്ടരും എടുക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഞാൻ താങ്കളിലേക്ക് വരാം